അല്ല, ഇതിനകത്ത് SFI പ്രവർത്തകർ ആരെയും തടയുന്നതിന് വേണ്ടിയോ ഞങ്ങൾ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയോ പോയിട്ടില്ല സർവകലാശാല കലോത്സവത്തിൻ്റെ വേദിയിലേക്ക്. വിവിധ ക്യാമ്പസുകളിൽ നിന്ന് പങ്കെടുത്ത മത്സരാർത്ഥികൾക്ക് വിധി നിർണയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ആക്ഷേപം ഉണ്ടാവും. ആ ആക്ഷേപത്തിൻ്റെ പുറത്ത് അവർ അപ്പീൽ നൽകിയിട്ടുണ്ടാകും. അതിലേതെല്ലാമൊക്കെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ സ്റ്റേജിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് SFI അല്ല നേതൃത്വം കൊടുത്തുള്ളത്. ആ ഇവൻറ്റിൽ ഇപ്പോൾ സ്കിറ്റ് മത്സരം മാത്രമല്ല, വിവിധ മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ആ മത്സരങ്ങളിലെ മത്സരാർത്ഥികളാണ് പ്രതിഷേധിച്ചിട്ടുള്ളത്. കലോത്സവത്തിൽ ആദ്യമായിട്ട് ഉണ്ടാവുന്ന കാര്യമല്ല. ഇപ്പോൾ എല്ലാ കലോത്സവത്തിലും ഇതിനു മുമ്പ് എല്ലാ കലോത്സവങ്ങൾക്കകത്തും സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. കലോത്സവത്തിൽ പ്രൈസ് ലഭ്യമാകാതെ വരുമ്പോൾ അല്ലെങ്കിൽ വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകത ദൃശ്യമാകുന്ന നിലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് SFI നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രതിഷേധമല്ല, അത് കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള പ്രതിഷേധമാണ്. ഇനി അങ്ങനെ പ്രതിഷേധം നടത്തുമ്പോൾ ആ വിദ്യാർത്ഥികളെ ഇരുമ്പ് വടിക്ക് അടിക്കുക എന്നുള്ളതാണോ? കലോത്സവ നഗരിയിൽ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് വരുന്നത് ഇരുമ്പ് വടിയും കൈ പിടിച്ചുകൊണ്ടാണ്. വിദ്യാർത്ഥികൾ എതിർപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ, വിധി നിർണ്ണയത്തിൽ സംശയം ഉയർത്തി കാണിച്ചാൽ അവരെ ഇരുമ്പ് വടി വെച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് കളയുക അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഈ നിലയിൽ SFI അതിനകത്ത് ഒരു ഘട്ടത്തിലും ആ കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കലോത്സവത്തിനകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയോ തയ്യാറായിട്ടില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങളത് ചെയ്യേണ്ട ആളുകളുമല്ല. കാലിക്കറ്റ് സർവകലാശാല യൂണിയനുമായി ബന്ധപ്പെട്ട് നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ ധാരണ ഉണ്ടാവും. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ലീഗ് സഹയാത്രികനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നോമിനിയായിട്ടാണ് അദ്ദേഹം വൈസ് ചാൻസലർ പദവിയിലേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം വന്നതിന് ശേഷം ആ സർവകലാശാലയ്ക്കകത്തുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊന്നാണ് സർവകലാശാല യൂണിയൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ്റെ ഉദ്ഘാടനം നടന്നത് സെനറ്റ് ഹാളിനകത്താണ്. സെനറ്റ് ഹാളിനകത്ത് വേറെ ചിലവൊന്നും ഉണ്ടായില്ല, സ്റ്റേജില്ല, വേറെ മറ്റു പരിപാടികളൊന്നുമില്ല. ആ സർവകലാശാല ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു, അതേപോലെ തന്നെ ശ്രീ കുഞ്ഞാലിക്കുടി സാഹിബ് പങ്കെടുത്തു. ഈ 2 ആളുകൾ പങ്കെടുത്ത് 1 മണിക്കൂർ നീണ്ടുന്ന ഒരു ഉദ്ഘാടന ചടങ്ങ്. അതിനുവേണ്ടി അഡ്വാൻസ് ഇനത്തിൽ സർവകലാശാലയിൽ നിന്ന് അനുവദിച്ച 5 ലക്ഷം രൂപയാണ്. ആ 5 ലക്ഷം രൂപ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ പരമാവധി ചായ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20,000 റുപ്യക്ക് അവസാനിപ്പിക്കേണ്ട പരിപാടി, അതിന് 5 ലക്ഷം രൂപയാണ് ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ട് അനുവദിച്ചത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം സർവകലാശാലയ്ക്കകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ ഇതിൻ്റെ കണക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി എവിടെയാണ് ഈ 5 ലക്ഷം റുപ്യ ചിലവായത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർവകലാശാലയ്ക്കുള്ള വിദ്യാർത്ഥികളോട് മറുപടി പറയുന്നതിന് വേണ്ടിയോ ഈ ഘട്ടം വരെ UDSFൻ്റെ യൂണിയൻ തയ്യാറായിട്ടില്ല. സമാനമായ നിലയിലാണ് സർവകലാശാല യൂണിയൻ്റെ ഫണ്ട് അനുവദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കലോത്സവവുമായി ബന്ധപ്പെട്ടും ഇതേ അനുഭവമാണ്. ഈ പറഞ്ഞതൊക്കെ ബില്ല് സബ്മിറ്റ് ചെയ്തിട്ടല്ല കേട്ടോ, ഇതൊക്കെ അഡ്വാൻസ് കൊടുത്ത പൈസയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയാം, കഴിഞ്ഞ യൂണിയൻ്റെ കലോത്സവവുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ യൂണിയൻ്റെ വിവിധ കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ബില്ല് സബ്മിറ്റ് ചെയ്ത് ഈ ഘട്ടം വരെ VC പാസ്സാക്കി തരാത്ത 12.5 ലക്ഷം രൂപയോളം ഉണ്ട് വിവിധ സർവകലാശാല ഈ വിവിധ സോണൽ കലോത്സവങ്ങളുടെ ഇൻ്റർസോൺ കലോത്സവത്തിൻ്റെ. ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ എന്താ പറയുക, കഴിഞ്ഞ യൂണിയൻ ഭാരവാഹികളുടെയും സഭ ജില്ലാ ഭാരവാഹികളുടെയും വീട്ടിൽ കൂടെ 12 മണിക്കാരും സൗണ്ടുകാരും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമീപനാണ് കഴിഞ്ഞ യൂണിയനോട് ഇവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ യൂണിയനോട് അകമഴിഞ്ഞ പിന്തുണ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാരിക്കോരി നിയമവിരുദ്ധമായി ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുൾപ്പെടെയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിയിട്ടുള്ള പരാതികൾ ഈ പറഞ്ഞ പോലെ സർവകലാശാലയുടെ മുന്നിലുണ്ട്. അതുൾപ്പെടെ ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ ഇതിൻ്റെ മുൻപിലുണ്ട്. ഒരു നിലയ്ക്കും ഒരു കലോത്സവവും ഞങ്ങളെ സംബന്ധിച്ച് ഈ കലോത്സവം എന്നുള്ളത് അവിടെ സർവകലാശാല യൂണിയൻ്റെ നടത്തിപ്പ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് സർവകലാശാലയ്ക്ക് കീഴിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് മാറ്റുരയ്ക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാണ്, അവരുടെ അവസരമാണ്. അവർക്ക് ആ അവസരം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധ്യമാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിലയുറപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് തുടങ്ങുന്നതിനെ മുൻപ് ഇതിങ്ങനെ വൈകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട് സർവകലാശാല യൂണിയൻ ഭാരവാഹികളെ. കാരണം ഞങ്ങൾ യൂണിയനുള്ള ക്യാമ്പസുകളിലെ കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കേണ്ട അവർക്ക് അവരുടെ അവസരം കൂടിയുള്ളതാണ്. ഇതെന്താ നിങ്ങൾ വൈകിപ്പിക്കുന്നത്? പെട്ടെന്ന് നടത്തണം. എന്തെങ്കിലും പിന്തുണ വേണമെന്നുണ്ടെങ്കിൽ, എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുണ്ട്. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് 5-8 കൊല്ലമായിട്ട് കലോത്സവം നടത്തി പരിചയം ഉണ്ടാവില്ല. 8 കൊല്ലം മുമ്പാണ് UDSFന് യൂണിയൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും തിരക്ക് സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞത് ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഇതിനുള്ള അവസരം വേണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കലോത്സവം തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുക എന്നുള്ളതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കാലമായല്ലോ, ഇതിനിടയിൽ എപ്പോഴെങ്കിലും KSUവിൻ്റെ നേതൃത്വം സർവകലാശാല യൂണിയൻ്റെ ഭാരവാഹികളോ കേരളത്തിലെ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും മുൻപിൽ വന്നത് ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ഇന്ന് ഇവർ പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആക്രമിച്ചു എന്നാണ് ഇന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 ദിവസമായിട്ട് 3 ദിവസത്തിനിടയിൽ ഈ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ്റെ ചെയർപേഴ്സണെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വെറുതെ വിടും എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് കരുതാൻ വേണ്ടി കഴിയുമോ?
അപ്പോൾ ഈ നിലയ്ക്കുള്ള ഒരു സംഭവം ഈ ദിവസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഈ അക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ കിടന്ന് ഉരുളുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉരുളുന്ന സമീപനമല്ല ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് KSU സ്വീകരിക്കേണ്ടത് തിരുത്തുന്ന സമീപനമാണ്. അത് തിരുത്താൻ തയ്യാറല്ലെങ്കിൽ പൊതുവിദ്യാർത്ഥികൾ അവരെ കൊണ്ട് തിരുത്തിക്കും എന്നുള്ളതാണ്. അല്ല, കേരള സർവകലാശാലയിലെ കലോത്സവം നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ സമരം തുറന്നുകൊണ്ടിരിക്കുന്നത്. സമരത്തോടൊപ്പം നിയമ പോരാട്ടം ഇന്ന് കേസ് പരിഗണിച്ച കോടതി സൂചിപ്പിച്ചിട്ടുള്ളത്, ഇതിനകത്ത് അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് പ്രകാരം ഈ വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കഴിയും, VC അത് അനുവദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് VC അനുവദിക്കാത്തത് എന്നുള്ളതാണ്. കേസ് 3-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ VCക്ക് അനുവദിക്കാം സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ അത് അനുവദിക്കാത്ത സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി വിരുദ്ധതയുടെ കേന്ദ്രമാക്കി കേരള സർവകലാശാലയും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനെതിരായിട്ടുള്ള സമരമാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.